find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാൻ ആണ്. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് ഓവൻ യൂസ് ചെയ്തിട്ടും പിന്നെ ഒന്ന് ഓവൻ യൂസ് ചെയ്യാണ്ടുമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണിത്. കാരമൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ ഇപ്പം മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ പാൻ വെച്ചിട്ടുള്ളത്. ഷുഗർ ഫുള്ളായി മെൽട്ടാവുന്നത് വരെ ഇളക്കി കൊടുക്കരുത്. ഷുഗർ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1/4 കപ്പ് തിളച്ച വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പഞ്ചസാര വലിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് ഞാനിന്ന് ഫ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ഐക്കിയെന്നാണ് വാങ്ങിച്ചത്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. പാത്രം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സോസ് ഉറച്ചു പോവും. 5 കപ്പ് പാലിൽ 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 12 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 12 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. പാല് ചൂടോടെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്ലാൻ ഉണ്ടാക്കാൻ വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സോസ് ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് ഫ്ലാനിൻ്റെ ബാറ്റർ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അലുമിനിയം ഫോയിൽ കൊണ്ട് എല്ലാ ബൗളും കവർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തിക്കായ തുണി വിരിച്ചിട്ട് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. (25 minutes ആണ് ബേക്കിംഗ് ടൈം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതേ അളവിൽ ഞാൻ ഒരു ഫ്ലാൻ്റെ ബാറ്റർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് 2 പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഓവനിൽ വെക്കാം. ബാക്കി വരുന്ന മുട്ടയുടെ വെള്ളൻ്റെ പാട കളയാം. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്ത് കവർ ചെയ്യാം. ഇനി കത്തി യൂസ് ചെയ്തിട്ട് ഹോൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ 2 പുഡിങ്ങും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നാണ് ഉണ്ടാക്കുന്നെങ്കിൽ അതൊരു വലിയ പാത്രത്തിലാണ് വെക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഫ്ലാൻ വെച്ച് കൊടുക്കാം. 25 minutes ആണ് ബേക്കിംഗ് ടൈം. 25 minutes കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബൗളിൽ ചൂടുള്ള വെള്ളം എടുത്ത് അതിലേക്ക് ഫ്ലാൻ വെച്ചെടുക്കാം. ഏകദേശം 2 സെക്കൻഡെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ഒരു കത്തിയോ സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഫ്ലാന് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലാന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.